Pittapalli Agencies, Payasarani, powered by Milma and Hawkins, in association with MyG Future, Mediterranean Hospitals and Easter. അങ്ങനെ നമ്മുടെ ഓണക്കാലത്തെ വരവേൽക്കാനായിട്ട് നമ്മൾ പായസറാണി മത്സരവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളതിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞു. ഒരു പക്ഷേ നിങ്ങൾക്കിപ്പോൾ മത്സരാർത്ഥികളെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അവരെല്ലാവരും തന്നെ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ ഒരു കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു പായസത്തിൻ്റെ മണമാണ്. അപ്പോൾ നല്ല മണവും രുചിയുമുള്ള ഓണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു പായസറാണി മത്സരം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം ശരിക്കും വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ മത്സരങ്ങൾ നമ്മളെ എല്ലാവരെയും സഹായിക്കാൻ, നിങ്ങളുടെ ഓരോ വീടുകളിലും ഈ പായസറാണി മത്സരം നിങ്ങൾ ടി വിയിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓണത്തിൻ്റേതായ ഒരു മൂഡിലേക്ക് മാറാൻ സാധിക്കും. അപ്പോൾ പുതിയ പുതിയ പായസങ്ങൾ പരീക്ഷിക്കാനുള്ളൊരവസരമാണ്. നല്ല നല്ല റെസിപ്പീസുമായിട്ടാണ് നമ്മുടെ മത്സരാർത്ഥികൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യവും ഇന്നത്തെ എപ്പിസോഡിലും മറ്റ് 4 കണ്ടസ്റ്റൻസാണ് മത്സരിക്കാൻ പോകുന്നത്. നമ്മളുടെ 4 കണ്ടസ്റ്റൻസും വളരെ വളരെ പ്രഗത്ഭരാണ്. അവരെല്ലാവരും തന്നെ പായസറാണികൾ ആകാനുള്ള യോഗ്യതയുള്ള ആൾക്കാർ തന്നെയാണ്. എല്ലാവരും വളരെ ടാലൻറ്റഡ് പീപ്പിൾ. അപ്പോൾ അവരുടെ വിശേഷങ്ങളൊക്കെ അറിയട്ടെ. എങ്ങനെയാണ് ആ പായസം ഉണ്ടാക്കുന്നത്, എന്തായിരിക്കും ആ പായസം, അത്തരം മത്സര കാഴ്ചകൾ നിങ്ങൾക്കായിട്ട് ഇന്ന് നമ്മൾ കാഴ്ചവെക്കുന്നു. അപ്പോൾ ഈ ഒരു മത്സരത്തിൻ്റെ ഭാഗമാകാൻ ഞാൻ മാത്രമല്ല ഉള്ളത്, എന്നോടൊപ്പം ആസ് യൂഷ്വൽ നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണയുമുണ്ട്. കൃഷ്ണയെ കൂടി സ്വാഗതം ചെയ്യാം. കൃഷ്ണ, ഹലോ. ഹലോ. ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. യെസ്, വി ആർ ഇൻ യൂണിഫോം. നമ്മൾ കറക്റ്റ് പറഞ്ഞു വെച്ചതുപോലെ. അതെ, മാച്ചിങ്. ചേച്ചി നമ്മുടെ സെക്കൻഡ് റൗണ്ട് അല്ലേ? യെസ്, സെക്കൻഡ് റൗണ്ട്. സെക്കൻഡ് അല്ല, ഫസ്റ്റ് റൗണ്ടിന് സെക്കൻഡ് ഗ്രൂപ്പ്. ഓ, അങ്ങനെ. ഓക്കെ, നമ്മുടെ 5 ഫസ്റ്റ് റൗണ്ട് തന്നെ 5 ഗ്രൂപ്പിന്റെ മത്സരമാണല്ലോ. ആദ്യത്തേത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ്, 4 പേരടങ്ങുന്ന രണ്ടാമത്തെ ഗ്രൂപ്പാണ്. ഇരട്ടി മധുരം. അതായത് മധുരം കഴിച്ച് നമുക്കിങ്ങനെ ഈ ഓണം ആസ്വാദ്യകരമാക്കാം. ഓക്കെ, ഗംഭീരാക്കാം. ഇതൊരു ആഘോഷ സമയമാണ്. ഓണം ഇസ് എ ഫെസ്റ്റിവൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷ്ണയും ഞാൻ വളരെ ആകാംക്ഷാഭരിതരായിട്ട് പുതിയ പായസം, പല വെറൈറ്റീസ് കഴിക്കാൻ റെഡിയായി നിൽക്കുന്നു. നമ്മുടെ മത്സരാർത്ഥികളെ വിളിക്കാം. എന്ത് പറയണം? ഓക്കെ, വിൽ കോൾ ദം. ഓക്കെ, ഹാപ്പി? ഹാപ്പി. റെഡി? തുടങ്ങാന്നാണ്. അപ്പൊ നിങ്ങൾക്കറിയാലോ റൗണ്ട്സിനെ കുറിച്ച് കൂടുതൽ പറയണ്ട. നിങ്ങളുടെ ഓൺ ഇഷ്ടത്തിനുള്ള വിഭവം തയ്യാറാക്കാം. യെസ്, പ്രൊവൈഡഡ് ഇറ്റ് ഷുഡ് ബി എ പായസം. പിന്നെന്താ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, ഇന്നോവേഷൻ, പിന്നെന്താ വേണ്ടേ? ടേസ്റ്റ് വേണ്ടേ? നോർമൽ അല്ലാത്ത ഡിഫറെന്റ് രീതിയിൽ പായസം ഉണ്ടാക്കിക്കോളൂ. സംതിങ് ഡിഫറെന്റ്. ഓക്കെ, അപ്പോൾ തുടങ്ങിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻ്റെ പേര് നസീബ. ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. അബുദാബിയിൽ എഡ്യൂക്കേഷൻ സെക്ടറിൽ ഹെൽത്ത് സയൻസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. പിന്നെ ചാവക്കാട്, തൃശ്ശൂരിലുള്ള ചാവക്കാടാണ് ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ. കുക്കിംഗ് എൻ്റെ ഒരു പാഷനാണ്. ചെറുപ്പം മുതലേ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇന്നിവിടെ ഞാൻ അങ്ങനത്തെ ഒരു എക്സ്പെരിമെൻ്റാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. കുമ്പളങ്ങ വെച്ചിട്ടുള്ളൊരു പായസമാണ്. പക്ഷേ അതിൽ 3 ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് ത്രിവർണ്ണ കുഷ്മാണ്ഡ പായസം എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ട്രിപ്പിൾ അരോമാറ്റിക്. ഇൻഗ്രീഡിയൻസ് മെയിൻ ബേസ് വരുന്നത് കുമ്പളങ്ങ ചോപ്പ് ചെയ്ത് ഞാനിത് ഓൾറെഡി ഒരു പ്രാവശ്യം ഒന്ന് കുക്ക് ചെയ്തിട്ട് പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ആ ഒരു പച്ചക്കുത്ത് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇത് ബീട്രൂട്ട് നമുക്കൊരു റോസ് ഫ്ലേവറിൻ്റെ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. പിന്നെ മാമ്പഴത്തിൻ്റെ ഫ്ലേവറിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. അതിന് കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് ബദാം അരച്ചതുണ്ട്, പംകിൻ സീഡ്സ് അരച്ചതുണ്ട്, സൺഫ്ലവർ സീഡ്സ് അരച്ചതുണ്ട്. പിന്നെ പാല്, നെയ്യ്, പഞ്ചസാര. നോർമൽ ഒരു പായസം, പക്ഷേ 3 വ്യത്യസ്തമായ രുചികളിൽ ഒരു പ്ലേറ്റിൽ തന്നെ നമ്മൾ സെർവ് ചെയ്യുന്നു.
ഇത് ഡ്രൈഡ് റോസ് പെറ്റൽസ് കുതിർത്ത് വെച്ചതാണ്. നമ്മുടെ റോസിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നാച്ചുറലായിട്ട് കിട്ടാൻ വേണ്ടി ചെയ്തതാണിത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വാഷ് ചെയ്ത് വെച്ച കുമ്പളങ്ങ സോട്ട് ചെയ്യാം. ഇതിൽ നല്ല വെള്ളം വറ്റി നല്ല പോലെ ആ നെയ്യുമായിട്ട് അങ്ങനെ മെർജ് ചെയ്യുന്ന പോലെ നമ്മൾ സോട്ട് ചെയ്യണം. അങ്ങനെ സോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ പായസത്തിന് നല്ലൊരു മണം കിട്ടില്ല. അപ്പോൾ ദിസ് ഈസ് ദ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. നല്ല പോലെ വഴറ്റി ആ നെയ്യിനുമായിട്ട് മെർജ് ചെയ്യണം. കുമ്പളങ്ങ വഴന്ന് വരുമ്പോൾ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കുമ്പളങ്ങ വഴറ്റുന്നതിൽ ഒരു പിശുക്കും കാണിക്കണ്ട, നല്ലപോലെ വഴന്നോട്ടെ. നമ്മൾ കുമ്പളങ്ങ വഴറ്റുന്ന സമയം കൊണ്ട് തന്നെ അപ്പുറത്ത് ബീട്രൂട്ടിൻ്റെ കളർ എടുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ബീട്രൂട്ടിൻ്റെ കുക്ക്ഡ് കളർ എടുക്കാൻ. കുമ്പളങ്ങ ഓൾമോസ്റ്റ് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഹായ് നസീബ. ഹായ് ചേച്ചി. ഹലോ, ഓൾ ദ വേ ഫ്രം ദുബായ്. അബുദാബി. ത്രിവർണ്ണ കൂഷ്മാണ്ഡ പായസം. അങ്ങനെ ഓൾ ദ വേ ഫ്രം അബുദാബി ഒരു ത്രിവർണ്ണ കൂഷ്മാണ്ഡ പായസം വരും. അപ്പോൾ 3 കളറിൽ വരുന്ന ഒരു എന്താ ഈ കൂഷ്മാണ്ഡ പറയാനുള്ള ഒരു അത് ഇതിന്റെ ബേസ് കുമ്പളങ്ങയാണ്. കുമ്പളങ്ങയുടെ സാൻസ്ക്രിറ്റ് കുഷ്മാണ്ഡാണ്. അത് ആക്ച്വലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ChatGPT. ഇപ്പം എല്ലായിടത്തും AI ഇൻവോൾവ്മെന്റ് അല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ പേര് ചോദിച്ചിരിക്കട്ടെ. അങ്ങനെ അപ്പോൾ അതിനകത്ത് കാര്യങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്? ബേസ് എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങയാണ്. കുമ്പളങ്ങ ബേസ്. പിന്നെ 3 ഫ്ലേവേഴ്സ് കൊടുക്കുന്നുണ്ട്. അത് ഒന്ന് റോസ് ഫ്ലേവറാണ്, ഒന്ന് ഏലക്ക ഫ്ലേവറാണ്, ഒന്ന് മാംഗോ ഫ്ലേവറാണ്. ഓക്കെ. അപ്പോൾ അതെനിക്ക് എൻ്റെ ചെറുപ്പത്തിലൊക്കെ കസാട്ട് ഐസ്ക്രീം കഴിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് പക്ഷേ എനിക്ക് ഐസ്ക്രീംസ് അത്ര ഇഷ്ടമല്ലതാണ്. എനിക്ക് പായസത്തിനോടാണ് ഇഷ്ടം കൂടുതൽ. അപ്പോൾ അതെങ്ങനെ നമ്മൾ എന്താ പറയുക ഒരു പായസം മോഡലിൽ ഉണ്ടാക്കി. ഓക്കെ, 3 in 1 പായസമാണ്. ഓക്കെ, ഒരു പായസം കഴിക്കുമ്പോൾ 3 ഫ്ലേവറിൽ കഴിക്കാം. അതെ അതെ. ഓക്കെ, carry on. കുമ്പളങ്ങ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഫ്ലേവറും റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിലാദ്യം ഞാൻ റോസ് ഫ്ലേവറാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ബദാം അരച്ചത്, ബദാം വെള്ളത്തിൽ കുതിർത്തിട്ട് നമ്മൾ നല്ല പേസ്റ്റാക്കി അരച്ചതാണിത്. അപ്പോൾ അതാദ്യം ഒപ്പം പാലും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാലും ആ ബദാം പേസ്റ്റും ചേർത്ത് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച കുമ്പളങ്ങ 3 പോർഷനാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു പോർഷൻ ചേർത്ത് കൊടുക്കാം. കുമ്പളങ്ങ ചേർത്തു. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വറ്റി വരട്ടെ. കൂടെ നമുക്ക് കുറച്ച് പഞ്ചസാരയും ചേർക്കാം. ഞാനതിൽ ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഞാൻ കുറച്ച് ബീട്രൂട്ട് ജ്യൂസ് ചേർക്കാൻ പോവാണ്. അതാണ് കളറ് കൊടുക്കുന്നത് പായസത്തിന്. അപ്പോൾ ഇപ്പം നമ്മുടെ പായസത്തിന് നല്ല റോസ് കളർ വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് വറ്റട്ടെ. അതിനുശേഷം കുറച്ചുകൂടെ പാല് ചേർത്തിട്ട് നമുക്ക് ഫ്ലേവർ ചേർക്കാം. എപ്പോഴും നമ്മൾ ഫ്ലേവർ ഇപ്പോൾ പായസമായാലും എന്ത് ഡിസേർട്ട് ആണെങ്കിലും നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നതാണ് കൂടുതൽ ആ ഫ്ലേവർ നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായി വറ്റി ചേർന്ന് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ പാല് ചേർക്കാം. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കൺസിസ്റ്റൻസിയിലൊക്കെ വന്നിട്ടുണ്ട്.
ഇനി ഫൈനൽ സ്റ്റെപ്പായിട്ട് നമുക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈഡ് റോസ് പെറ്റൽസിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതാണ് ഇതിന് ഫ്ലേവർ കൊടുക്കുന്നത്, അതിന് ടേസ്റ്റ്. ഇത് നമുക്കൊരു ഭാഗത്ത് മാറ്റി വയ്ക്കാം. റോസ് ഫ്ലേവറും ആഡ് ചെയ്തു. ലാസ്റ്റ് ഒരു 1/2 ടീസ്പൂണും കൂടി നെയ്യ് ചേർത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഫ്ലേവർ റെഡി. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഫ്ലേവർ റെഡിയാക്കാം. അത് ഏലക്ക ഫ്ലേവറാണ്. പക്ഷേ കൺസിസ്റ്റൻസിക്ക് വേണ്ടി ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് പംകിൻ സീഡാണ്. പംകിൻ സീഡ് ഇതുപോലെ സോക്ക് ചെയ്തിട്ട് നല്ല ക്രീമി പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കാം. ജസ്റ്റ് ഒന്ന് സോട്ടാക്കുക. അതിൻ്റെ ആ ഒരു റോ ഫ്ലേവർ പോകാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് പാല് ചേർക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് പോർഷൻ കുമ്പളങ്ങ ചേർക്കാം. ഇനി പഞ്ചസാര ചേർക്കാം. നല്ലപോലെ ഒന്നത് വറ്റിച്ചേരട്ടെ. ഇത് പാലും കുമ്പളങ്ങയും ഈ പംകിൻ പേസ്റ്റൊക്കെ നല്ല ചേർന്ന് വന്നിട്ടുണ്ട്. പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ പാൽ നമുക്ക് ചേർക്കണം, കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. ഒരു നുള്ളു ഉപ്പൂടെ ചേർക്കണേ, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. അത് എല്ലാ ഫ്ലേവറിലും നമ്മൾ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. ഞാനപ്പോൾ ഒരു നുള്ളുപ്പ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ പാല് ചേർത്ത് മധുരമെല്ലാം കറക്റ്റാക്കി നമ്മുടെ ഏലക്ക പൊടിയും അതുപോലെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് നമുക്ക് ഇതും മാറ്റി വെക്കാം. ഇനിയിപ്പോൾ പാലൊക്കെ ചേർത്ത് കൺസിസ്റ്റൻസി കറക്റ്റായിട്ടുണ്ട്. നമുക്കിനി ഏലക്കാപ്പൊടി ചേർക്കാം. അവസാനം ഒരു കുറച്ച് നെയ്യ് കൂടെ ചേർക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റെഡിയായി സെക്കൻഡ് പോർഷന് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ ഫ്ലേവർ റെഡിയാക്കാം. അതിൽ മാംഗോ ഫ്ലേവറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് സൺഫ്ലവർ സീഡിൻ്റെ പേസ്റ്റും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാംഗോ പ്യൂരി, നല്ല മധുരമുള്ള മാങ്ങ നമുക്ക് പ്യൂരി ആക്കിയിട്ട് അത് വരട്ടിയെടുക്കാം. കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുക. മാങ്ങയുടെ നല്ല ഫ്ലേവർ വരുന്നുണ്ട്. ഒരു ചെറിയ തീയിലിട്ട് കൊടുക്കിയിരിക്കും നല്ലത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കുറച്ച് സൺഫ്ലവർ സീഡ് സോക്ക് ചെയ്ത് ക്രീമാക്കിയതാണ് അത് പേസ്റ്റ് ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് പോർഷൻ ഓഫ് കുമ്പളങ്ങ അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പാല് ചേർക്കാം. ആവശ്യത്തിന് മധുരം ചേർക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ മാമ്പഴം ചേർത്ത ഫൈനൽ സെക്ഷൻ റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടെ പാല് ചേർക്കാം നമുക്ക്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഹായ് ചേച്ചി, എങ്ങനെയൊക്കെ പോണു കാര്യങ്ങൾ? ഞാനൊരു ട്രിപ്പിൾ അരോമാറ്റിക് പായസം ചെയ്യുന്നത്. സെയിം ബേസ് കുമ്പളങ്ങ, പക്ഷേ അതിൽ 3 ഫ്ലേവർ കൊടുത്തിട്ട്. ഒന്ന് റോസ് ഫ്ലേവർ, ഒന്ന് ഏലക്ക ഫ്ലേവർ, പിന്നെ ഒന്ന് മാംഗോ ഫ്ലേവർ. ത്രിവർണ്ണ പുഷ്പാണ്ട പായസം. ഞാൻ കണ്ണാടി ഇടാതെ കൊണ്ട് വായിച്ചത്. ഓ ഇല്ല കറക്റ്റാണ് ത്രിവർണ്ണ കുഷ്മാണ്ട പായസം. വളരെ കളർഫുൾ ആണ്. കോൺസെപ്റ്റ് വൈസ് ഓൾസോ വെരി
നൈസ്. ലെറ്റ്സ് സീ അല്ലേ. ഇപ്പോൾ മാംഗോ ഫ്ലേവർ ഉള്ള സെക്ഷനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സെർവ് ചെയ്യാം. എൻ്റെ പേര് രഹന. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പായസം വാഴക്കൂമ്പ് ബീട്രൂട്ട് ചവ്വരി പായസമാണ്. പായസം ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ബീട്രൂട്ട്, വാഴക്കൂമ്പ്, ശർക്കര, ചവ്വരി, ഏലക്കപ്പൊടി, നെയ്യ്, അണ്ടി, മുന്തിരി, ഇത്രയും സാധനങ്ങൾ. ഇത് ആദ്യമായിട്ട് നെയ്യ് ചൂടാക്കി വാഴക്കൂമ്പ് വഴറ്റുക. ഈ വാഴക്കൂമ്പ് നന്നായിട്ട് വഴന്ന് അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാത്രമേ ബീട്രൂട്ട് ചേർക്കാൻ പാടുള്ളൂ. വാഴക്കൂമ്പ് നന്നായി നെയ്യിൽ വഴന്ന ശേഷം ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് ചേർക്കുക. ഇതും നന്നായി വഴറ്റുക. ബീട്രൂട്ട് നന്നായി വഴന്ന ശേഷം രണ്ടാം പാൽ ചേർക്കുക. തിളച്ച വെള്ളത്തിലോട്ട് കഴുകി വെച്ച ചവ്വരി ചേർക്കുക. നന്നായി വെന്ത ചവ്വരി ഒരരിപ്പയിലൂടെ അരിച്ചെടുക്കുക. ശർക്കര മെൽറ്റ് ചെയ്യാനായി വെക്കുക. റഹന, ഹായ്. കോഴിക്കോട് നിന്നാണ്. ഓക്കെ, എന്താ പായസം? വാട്ട് ഈസ് യുവർ പായസം? ബീട്രൂട്ട് വാഴക്കൂമ്പ് ചവ്വരി പായസം. ബീട്രൂട്ട് വാഴക്കൂമ്പ് ചവ്വരി പായസം. ഓക്കെ, പ്രോസസ്സ് ഏതുവരെയായി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം? വാഴക്കൂമ്പ് കൊത്തി നന്നായിട്ട് ചെറുതാക്കി അരിയണം. അതിൻ്റെ കറയെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ അരിച്ചെടുക്കണം. അത് ബീട്രൂട്ടും വരുന്നുണ്ട്. ബീട്രൂട്ട് പിന്നെ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കണം. പിന്നെ ചവ്വരി വേവിച്ചിട്ട്. മധുരത്തിന് എന്താ ചേർക്കുന്നത്? ശർക്കര. ശർക്കര. തേങ്ങാപ്പാലുണ്ടോ? തേങ്ങാപ്പാൽ. ഞാൻ നെയ്യിൽ വഴറ്റുക ചെയ്യുന്നത് രണ്ടും കൂടി. അപ്പോൾ പായസത്തിന് പേര് ഇത്രേ ഉള്ളൂ, ഈ മൂന്നും കൂടി ചേർന്ന് വരുന്ന പായസം. ഓക്കെ, ഇവർ കുറേ ആൾക്കാർ അമൃതമൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഒരു കുഷ്മാണ്ഡം പായസം വന്നു. അങ്ങനെ പേരിൽ അങ്ങനെ വലിയ പ്രത്യേകതയൊന്നും കൊടുക്കാൻ പ്ലാനില്ല, നോർമൽ അല്ലേ? പക്ഷേ ഈ മൂന്ന് കാര്യങ്ങളും വരുന്ന പായസം. ബീട്രൂട്ട് ഹെൽത്തിനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ വാഴക്കൂമ്പ് നമുക്ക് അതും കുറേ കൂടെ ഫൈബറൊക്കെ, അതുപോലെ തന്നെ ബ്ലഡിനുമൊക്കെ ഉണ്ടാവും, നല്ലതാണ്. ഓക്കെ, എന്തായാലും സന്തോഷമാണല്ലോ അല്ലേ? ഉണ്ടാക്കി വരുമ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടായിരിക്കുമല്ലോ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യും? അല്ല, വീട്ടിലുണ്ടാക്കലുണ്ട്. സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണോ? ഓണമൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കലുണ്ട്. വെറൈറ്റി പായസം. വെറൈറ്റി പായസം. ശർക്കര നന്നായി മെൽറ്റായ ശേഷം അരിപ്പയിലൂടെ അരിച്ചെടുക്കുക. ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കുക. കുറച്ചുകൂടി ഏലക്കാപ്പൊടി ചേർക്കുക. ഇവിടെ വാഴക്കൂമ്പ്, ബീട്രൂട്ട്, ചവ്വരി പായസം. പ്രഥമനാണ് വാഴക്കൂമ്പുണ്ട്, ബീട്രൂട്ട് ഉണ്ട്, ചവ്വരി. അതാണ് ഒരു ബേസ് വരുന്നത് അല്ലേ?
വാഴക്കൂമ്പ് വെച്ച് ഒരുപാട് പേര് അവിടെ ഒരു വഴക്കുമ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഫൈബർ റിച്ച് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും ഹെൽത്തി ഹെൽത്തിയാണ് ബീട്രൂട്ടും വാഴക്കൂമ്പും എല്ലാം തന്നെ. ഒരു പിടുത്തം കിട്ടാനാണ് ചവരി യൂസ് ചവരി ചേർക്കണം. ഓക്കെ. ഒരു പാത്രത്തിൽ നെയ്യ് ചൂടാക്കി അണ്ടിപ്പരിപ്പ് മുന്തിരി മൂപ്പിച്ച് പായസത്തിൽ ചേർക്കുക. ഇത് ബീട്രൂട്ട് വാഴക്കൂമ്പ് ചവരി പായസമാണ്. ശർക്കര, തേങ്ങാപ്പാൽ എന്നിവ ചേർത്ത് ഇതുണ്ടാക്കുന്നത്. പിന്നെ ഏലക്കാപ്പൊടി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യിൽ മൂപ്പിച്ചിട്ട് വാഴക്കൂമ്പും ബീട്രൂട്ടും കൂടി വഴറ്റി ഇതിലോട്ട് രണ്ടാം പാൽ ഒഴിച്ചിട്ട് തിളച്ച് വരുമ്പോൾ ശർക്കര ചേർക്കുക, ഏലക്കാപ്പൊടിയും ചേർക്കുക. പിന്നെ കുറുകി വരുമ്പോൾ ഒന്നാം പാലും ചേർത്ത് പായസം ഇറക്കുക. ഇനി പായസം സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇതിലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ മൂപ്പിച്ചത് ചേർക്കുക. വാഴക്കൂമ്പ് ബീട്രൂട്ടിൻ്റെ പായസം റെഡി. ഹായ്, ഞാൻ രഹന മുഹമ്മദ്. ഞാൻ കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് വരുന്നു. പായസറാണി മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പന പായസമാണ്. പാം ട്രീ പൗഡർ വെച്ചിട്ടുള്ള ഒരു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് റെയറായിട്ടാണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത്. അത് ഞാൻ എൻ്റേതായ രീതിയിൽ മാറ്റം വരുത്തിയിട്ട് കുട്ടികളൊക്കെ അത് കുറുക്കിയിട്ടാണ് സാധാരണ നിലയിൽ കഴിക്കുന്നത്. പക്ഷേ ഞാനതൊരു പായസ രൂപത്തിലാക്കി കഴിക്കുമ്പോൾ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടാറുണ്ട്. അതിൻ്റെ ഇൻഗ്രീഡിയൻസുകളൊക്കെ പരിചയപ്പെടാം. ഇത് പന പൗഡർ, ഇത് റാഗി അവിൽ, ഇത് നമുക്കതിലേക്കൊരു ബോൾസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാം ട്രീ പൗഡർ തന്നെയാണ്. അതിൽ നമ്മൾ ബദാം, പീനട്ട് ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ആ ബോൾസ് ഉണ്ടാക്കുക. പിന്നെ ഇത് ഈ കടലയാണ്. പിന്നെ ഇത് പന ശർക്കര, അതിലേക്ക് ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇത് വാഴക്കൂമ്പ്, ക്രഷ് ചെയ്തെടുത്ത വാഴക്കൂമ്പ്, കുറച്ച് തേങ്ങ, നമുക്ക് വറവിന് വേണ്ടിയിട്ടുള്ള അണ്ടി, മുന്തിരി, തേങ്ങ, ഏലക്ക, ഉപ്പ്, ഫസ്റ്റ് സെക്കൻഡ് തേങ്ങാപ്പാൽ. ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അതിലേക്ക് വേണ്ടി വറവിടാൻ വേണ്ടിയിട്ടുള്ള അണ്ടി, മുന്തിരി, തേങ്ങ ഒക്കെ ഒന്ന് ആദ്യം വറുത്തെടുത്ത് മാറ്റി വെക്കാം. കടായി ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതൊന്ന് നല്ല രീതിയിൽ ചൂടായതിന് ശേഷം കാഷ്യൂനട്ട് ചേർക്കാം. അടുത്തതായിട്ട് നമുക്ക് മുന്തിരി ഇത് ചേർക്കാം. മുന്തിരി ചേർത്ത് നന്നായിട്ട് വഴറ്റി മാറ്റി വെക്കാം. ഈ നെയ്യിൽ നമുക്ക് തേങ്ങാക്കൊത്ത് കൂടെ വറുത്ത് മാറ്റി വെക്കാം. നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരണം. ഇത് കളർ ചേഞ്ചായി വരുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ ബ്രൗൺ കളറായാൽ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പായസത്തിലേക്ക് വേണ്ടി ഒരു ചെറിയ ബോൾസ് തയ്യാറാക്കണം. അതിന് കുറച്ച് വെള്ളം നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. ഉപ്പ് ചേർക്കാം. പിന്നെ പാന പൗഡർ, ബദാം, പീനട്ട് മിക്സ് ചെയ്ത പൗഡർ ചേർത്ത് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് പായസത്തിൽ ചേർക്കാനുള്ള ഒരു ബോൾസ് തയ്യാറാക്കാൻ വേണ്ടി പാം പൗഡർ, ബദാം, പീനട്ട് മിക്സ് ചെയ്ത ഒരു പൗഡറാണ്.
ഇത് നന്നായിട്ട് വാട്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ശേഷം ഒരു ശർക്കരപ്പാനിക്ക് വേണ്ടിയിട്ടുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ട് ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ശർക്കര ചേർക്കുക. ഇത് പനശർക്കരയാണ്, പന കൽക്കണ്ടല്ല, പനശർക്കരയാണ് ഉപയോഗിക്കുന്നത്. ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്യണം. ഇത് ശർക്കരപ്പാനി നന്നായിട്ട് മെൽറ്റ് ചെയ്യണം, നന്നായിട്ട് മെൽറ്റായി കിട്ടണം. ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള ബോൾസ് തയ്യാറാക്കാം. ശകലം നെയ്യ് എടുത്ത് കയ്യിൽ പുരട്ടിയിട്ട് മിക്സ് ചെയ്ത് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇത് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അധികം വലുപ്പം കൂടരുത്, ചെറുത് മതി. നമുക്ക് ശർക്കരപ്പാനി ഒന്ന് നോക്കണം, അത് മെൽറ്റായിട്ടുണ്ട്. അത് നമുക്ക് ഓഫാക്കി വെക്കാം. ബോൾസ് നന്നായിട്ട് ഉരുട്ടി ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ച ബോൾസ് ഒന്ന് ആവി കയറ്റിയെടുക്കണം. അതിനുവേണ്ടി കുറച്ച് വെള്ളം, സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അടുപ്പിൽ വെക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഒരു വാഴൻ്റെ ഇല വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഫ്ലേവറും കൂടെ അതിലേക്ക് ഇറങ്ങും. നമുക്കതിലിട്ട് കൊടുക്കാം. ഒന്ന് അടിച്ച് വെച്ചിട്ട് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ 1.5 കപ്പ് പാം ട്രീ പൗഡർ എടുത്തിട്ട് ഒരു കപ്പ് എടുത്തൊന്ന് മെൽറ്റ് ചെയ്ത് വെക്കണം. ഇത് നമുക്ക് തേങ്ങയുടെ 1/4 പാൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 2 കപ്പ് തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. യെസ്. ഹലോ ഹലോ. റഹന, എന്തായി? എന്താണ് പായസം തുടങ്ങിയിട്ടേ ഉള്ളൂ. പനാമൃതം പാം ട്രീ പൗഡർ കൊണ്ട്, പനപ്പൊടി കൊണ്ട്. അത് നമ്മൾ വിരകി എടുക്കലാണല്ലോ സാധനം. അത് ഞാൻ എൻ്റെ ഇതിൽ ഒരു പായസം ആക്കാൻ ശ്രമിക്കുകയാണ്. അത് ഈ ഫ്ലോറിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. കുട്ടികൾക്ക് നല്ല, കുട്ടികൾ വിരകുമ്പോൾ അങ്ങനെ ഒന്നും കഴിക്കൂലല്ലോ, പായസ രൂപത്തിലൊക്കെ കൊടുത്താൽ കഴിക്കും. നല്ല ഇതാണ് ആരോഗ്യത്തിന് നല്ലതാണ്. ഈ പൗഡർ എടുക്കാൻ ഒരുപാട് പണിയുണ്ട്. അത് റെയറാണ് കിട്ടുന്നത്. പനംപൊടി പനിൻ്റെ ഇതിൽ നിന്ന് ഉണക്കി പൊടിച്ച് നമ്മൾ മെൽറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനോടൊപ്പം എന്തൊക്കെയാണ്? അതിൻ്റെ കൂടെ റാഗി അവലും വാഴക്കൂമ്പിൻ്റെ വാഴക്കൂമ്പൊക്കെ ചേർക്കുകയാണ്. ഒരു അമൃതമാക്കി മാറ്റി പൗഡർ നമ്മളെ വേർഷനിൽ ഒരു അമൃതമാണ്. വെരി ഗുഡ്. താമരശ്ശേരി സ്ഥലം. ഇതിൽ കടല ചേർക്കുന്നുണ്ട്, പിന്നെ വാഴക്കൂമ്പ്, പിന്നെ എല്ലാം കൊണ്ടും ഇതൊരു അമൃതമായി മാറണം പറയണം. സാധാരണ വിരകിയിട്ട് നമ്മൾ ശർക്കര അതൊക്കെ കഴിച്ചാണ് കഴിക്കുക. ഇത് കൂടുതൽ കഴിക്കും, കുട്ടികൾക്ക് കഴിക്കാം, ഡയബറ്റിക് പേഷ്യൻറ്റിന് കഴിക്കാം, കൊളസ്ട്രോൾ അങ്ങനെ എല്ലാവർക്കും. ഇത് എന്ത് പിന്നെ മധുരത്തിന് എന്താ ചേർക്കുക? പനശർക്കര. അത് തീർന്നു. ആയിക്കോട്ടെ. ശർക്കര കൽക്കണ്ടല്ല, പനൻ്റെ പാം ട്രീ ചാകിരി അത് തന്നെയാണ് ഉപയോഗിച്ചത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം, നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് ഈ പാം പൗഡറൊക്കെ നന്നായിട്ട് ഇത് തേങ്ങാപ്പാലുമായിട്ട് മിക്സായിട്ട് കിടക്കണം. ഇത് നമുക്കൊന്ന് റെഡി ആയോന്ന് നോക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ശേഷം ഇത് ഈ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഗ്യാസ് സ്റ്റൗവിൽ വെക്കണം. ഇത് പെട്ടെന്ന് കുറുകിപ്പോവും, അതുകൊണ്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് വേവുകയും വേണം. ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറുകും, അത് ശ്രദ്ധിക്കണം. ഇത് നമ്മൾ പായസമായിട്ടാണ് ചെയ്യുന്നത്, കുറുക്ക് രൂപത്തിലല്ല. അതുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് ടൈം എടുക്കും ഇത് വെന്ത് കിട്ടാൻ. നല്ല വേവുള്ളൊരു സംഭവം തന്നെയാണ്. ഇത് നന്നായി കുറുകി വരുന്നുണ്ട്. ഇത് ആണ് ഇതിൻ്റെ പാകം, വെന്തു എന്നുള്ളതിൻ്റെ ഒരു ഇതിലാണ് നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കേണ്ടത്. ഈ ടൈമിലാണ് ഇപ്പോഴാണ് ഇത് വെന്ത് എന്നുള്ളൊരു ഇത് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് ഇനിയും വെച്ചാൽ കുറുകിപ്പോവും, അതുകൊണ്ട് നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതിൽ ആഡ് ചെയ്യണം. നന്നായിട്ട് ഇളക്കി ഒന്നുകൂടെ കുറുക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കരപ്പാനി ആഡ് ചെയ്യാം. എന്നിട്ട് അടുപ്പിലേക്ക് തന്നെ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും. കുറച്ചുകൂടെ ശർക്കരപ്പാനി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കും. ഇത് റാഗി അവലാണ്, മുത്താറി അവൽ.
നമ്മൾ മില്ലറ്റിൽ പെട്ടതാണല്ലോ, അതുകൊണ്ട് ഇത് ഈ 3 സ്പൂണ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അടുത്ത ഇൻഗ്രീഡിയൻസ് നമുക്ക് വാഴക്കൂമ്പ്, അതൊന്ന് ബോയിൽ ചെയ്തെടുത്ത് വെച്ചതാണ്, അത് ആഡ് ചെയ്യാം. 3 ടീസ്പൂണാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്ത് വേവിച്ചെടുക്കണം. അതിന് കുറച്ച് വേവുണ്ട്. അത് ഈ വിസ്ക് കൊണ്ട് ഇളക്കുന്നത് തന്നെ ഇത് പെട്ടെന്ന് അടിയിൽ പിടിച്ച് പോകുന്നതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിച്ചത്. എല്ലാ ഭാഗത്തേക്കും ഇത് എത്തണം. അടുത്തതായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് ബോയിൽ ചെയ്തെടുത്ത് വെച്ച കടലയാണ്. കടല വേവിച്ചിട്ട് അതിൻ്റെ തോല് പോക്കിയിട്ട് എടുത്ത് വെച്ചതാണ്, ഇതിൽ ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ചിരകി വെച്ച, ഒന്നും ചെയ്തിട്ടില്ല, ഈ തേങ്ങ ചിരകി, ഇതിൻ്റെ ഫ്ലേവർ ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1.5 സ്പൂൺ തേങ്ങ ചിരവിയതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതും കൂടെ ഇതിൽ വേവിച്ചെടുക്കുക. അടുത്തതായി നമുക്ക് സ്റ്റീം ചെയ്ത് വെച്ച ബോൾസ് ഇതിൽ ആഡ് ചെയ്യണം. അത് നമ്മൾ എടുത്തിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് ഈ ബോൾസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ ഈ ശർക്കരൻ്റെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് പിടിച്ച് വരണം, അതുകൊണ്ട് ഞാനിതിപ്പോൾ ആഡ് ചെയ്തത്. ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരേണ്ടതുണ്ട്. ഇതൊന്നുകൂടെ നന്നായിട്ട് കുറുകിയിട്ട് നമുക്ക് 1 പാൽ ചേർക്കാം. ഇത് നല്ലൊരു അടിപൊളി പായസം തന്നെയാണ്. സാധാരണയിൽ ഇത് ആരും ഉണ്ടാക്കാറില്ല. ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും മിക്സായി. ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് നമുക്ക് തേങ്ങയുടെ 1 പാൽ ചേർക്കാനുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഏലക്ക, ചെറിയ ജീരകം പൊടിച്ച് വെച്ചത് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. അതൊരു ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിൽ നമ്മൾ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല ഹെൽത്തി ബെനിഫിറ്റ് ഉള്ളതാണ്. അതുകൊണ്ട് നല്ലൊരു ഔഷധ ഗുണം കൂടെ ഉള്ളൊരു പായസമാണ്. ഇതൊന്നും കൂടെ നന്നായിട്ട് കുറുകണം, എന്നിട്ട് 1 പാൽ ചേർക്കാൻ പറ്റും. എവിടം വരെ എത്തി? ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്താന്ന് മനസ്സിലായോ? പന അമൃതപ്പായസം. പനാമൃത പായസം. പന പൗഡർ കൊണ്ട് പാംട്രി പൗഡർ ഇല്ലേ, അത്. ആദ്യത്തെ വാഴക്കൊമ്പുണ്ട്, പിന്നെ റാഗി അവിലുണ്ട്, പിന്നെ ഇത് ബോൾസ് ആക്കിയിട്ടിട്ടുണ്ട്. ബോൾസാക്കി ഈ സെയിം സംഭവം തന്നെ. അതിൽ പീനട്ടും ബദാമും മിക്സ് ചെയ്തിട്ട് പൗഡറിൽ അത് കഴിക്കാൻ കിട്ടും. കടിക്കാൻ ഒരമൃതാക്കി അമൃതാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ ആയി വരുന്നുണ്ട്. ശരിയായി. ഞാൻ ഒരു തവണ ട്രൈ ചെയ്ത്, കുട്ടികളൊന്നും നമ്മൾ വിരകിയിട്ടാണ് സാധാരണ കഴിക്കില്ല, അപ്പോൾ കുട്ടികളൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ പായസ രൂപത്തിൽ അവർക്ക് വേണ്ടിയ സാധനങ്ങൾ ചോക്ലേറ്റൊക്കെ ആഡ് ചെയ്യുക. പക്ഷേ ഹെൽത്തി ആകുമ്പോൾ എങ്ങനെ ചെയ്താൽ എല്ലാവർക്കും കഴിക്കാം. റാഗി ഉണ്ട്, വാഴക്കൂമ്പ്, പിന്നെ പീനട്ട്, ബദാം. ഹെൽത്തിയാ. ഷുഗർ കട്ട് ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റും. നെയ്യ് ശകലം. പിന്നെ ഷുഗർ കട്ട് ഉള്ളവർക്കും കഴിക്കാൻ. ഇത് നെയ്യ് ചേർക്കണമെന്നില്ല, പക്ഷെ നമുക്ക് ഇവിടെ ടേസ്റ്റ് നോക്കുമ്പോൾ ഞങ്ങൾക്ക്. ഇനി നമുക്ക് തേങ്ങയുടെ 1 പാൽ ചേർക്കാം. ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഇത് പെട്ടെന്ന് കുറുകി പോകുന്നതാണ്, അതുകൊണ്ട് ഈ ചൂട് തണയുമ്പോൾ വീണ്ടും കുറുകും. അപ്പോൾ അതിനനുസരിച്ച് പാൽ നമ്മൾ ആഡ് ചെയ്യണം. ഏകദേശം പായസത്തിൻ്റെ ഒരു സ്ട്രക്ചറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ച കാഷ്യൂ നട്ട്സൊക്കെ ചേർക്കാം. ഈ ഒരു രീതിയിലാണ് ഇത് വേണ്ടത്. ഇത് ചൂട് തണയുമ്പോൾ ഒന്നുകൂടെ കുറുകി വരാനുള്ള സാധ്യത കൂടുതലാണ്. അണ്ടി, മുന്തിരി, തേങ്ങാക്കൊത്ത് വറുത്ത് വെച്ചത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. പായസം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. പനാമൃത പായസം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ടേസ്റ്റിംഗ് ടേബിളിലേക്ക് മാറ്റാം.
നമസ്കാരം, എൻ്റെ പേര് സരിത സുരേഷ്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് നിന്നാണ് വരുന്നത്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന പായസം എന്ന് പറയുന്നത് ജോവറും മഖാനയും ചേർത്തിട്ടുള്ള ഒരു പായസമാണ്, ഒരു ഹെൽത്തി പായസമാണ്. അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ജോവറ് കൊണ്ടുള്ള അടയും മഖാന റോസ്റ്റ് ചെയ്തതുമാണ്. പായസം ഉണ്ടാക്കാനായിട്ട് ആദ്യം ശർക്കര പാനിയാക്കുക. പാനി തിളയ്ക്കുമ്പം അതിലേക്ക് നമ്മൾ ജോവറിൻ്റെ അടയും കദളിപ്പഴം അരിഞ്ഞതും മഖാനയും ചേർക്കുക. അതിലേക്ക് നമ്മൾ കുതിർത്ത ചവ്വരി ചേർക്കുന്നു. അടയും മഖാന ഇട്ടതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നു. അടയും മഖാനയും ശർക്കരപ്പാനിയിൽ നന്നായിട്ട് വരണ്ട് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്യുകയാണ്. ശർക്കരയിൽ എല്ലാ ചേരുവകളും നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തേങ്ങയുടെ 2ാം പാൽ ചേർക്കുന്നു. ഇതെന്താപ്പാ ഇവിടെ ദേവാമൃതം, എല്ലാവരും അമൃതം കൊണ്ടാണല്ലോ വന്നിരിക്കുന്നത്. എനിക്ക് വയ്യ. ദേവാമൃതം. ഓക്കെ, എന്താണ് ദേവാമൃതത്തിൻ്റെ പ്രത്യേകത? ദേവാമൃതത്തിൻ്റെ പ്രത്യേകത മാഡം, ജോവറും കദളിപ്പഴവും ചേർത്തിട്ട് അടയുണ്ടാക്കി. അതിനുശേഷം മഖാന ആഡ് ചെയ്തിട്ട് പായസം ഉണ്ടാക്കി. രണ്ടും ഉണ്ടപ്പോൾ ഇതിനകത്ത് അല്ലേ? ശർക്കരയാണോ ബേസ്? അത് ശർക്കരയാണ്. ദിസ് ഇസ് ദേവാമൃതം. പഞ്ചാമൃതം കേട്ടിട്ടുണ്ട്, അപ്പോൾ ദേവാമൃതം ഒരു ന്യൂ കോൺസെപ്റ്റ്. ഓക്കെ, നൈസ്. 2ാം പാൽ ചേർത്ത് പായസം കുറുകി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1ാം പാൽ ആഡ് ചെയ്യുകയാണ്. പാകമായ പായസത്തിലേക്ക് വറുത്തിടാനുള്ള ചേരുവകളാണ് ഇനി എടുക്കുന്നത്. അതിനായിട്ട് പാൻ എടുക്കുന്നു. പാനിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും എള്ളും തേങ്ങ അരിഞ്ഞതും വറുത്തെടുക്കാം. പാകമായ പായസത്തിലേക്ക് വറുത്തിടാനുള്ള ചേരുവകളാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് പാൻ അടുപ്പിലേക്ക് വയ്ക്കുക. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, എള്ള, തേങ്ങ അരിഞ്ഞത് എന്നിവ വറുത്തെടുക്കുക. വാങ്ങി വെച്ച പായസത്തിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കണം.
പായസത്തിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും എള്ളും തേങ്ങ അരിഞ്ഞതും ചേർക്കാം. ഇവിടെയാണെങ്കിൽ ഇത് അമൃതമാണ്, ദേവാമൃതം. ദേവാമൃതം. ഇതിൽ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. ജോവർ പൊടിച്ചത്, പിന്നെന്താ കദളിപ്പഴമുണ്ട്, ലോട്ടസ് സീഡ്സ് ഉണ്ട്, മഖാനുണ്ട്. അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ട് ഒരു അമൃതമാക്കി മാറ്റുകയാണ്. ഇവിടെ ഒരു അമൃതം, ഇവിടെ മറ്റൊരു അമൃതം. എല്ലാവരും വലിയ ഹെൽത്തി വേർഷൻസിലാണ് ശർക്കരപ്പൊടി ക്രിയേറ്റ് ചെയ്ത്. എത്ര നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ ഇങ്ങനെ ഒരു ഈ ഒരു കോമ്പറ്റീഷനൊക്കെ ആകുമ്പോൾ? അങ്ങനെയല്ലേ മത്സരമാകുമ്പോൾ? അല്ല, ഈ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് ഒരു പ്രിപ്പറേഷൻ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മെന്റലി പ്രിപ്പയർ ചെയ്തെങ്ങനെ? മെന്റലി പ്രിപ്പയർഡ് ആവുന്ന ആദ്യം പായസറാണി കോമ്പറ്റീഷൻ ആകുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും ഇതിനെ എങ്ങനെ ചെയ്യും. ഒരുമാതിരി എല്ലാ റെസിപ്പീസും മാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് അല്ലാതെ നമ്മൾ ഒരെണ്ണം ചെയ്യണ്ടേ. മനസ്സിലായത്. ഇതിനു മുമ്പുള്ള ഷോസ് കാണാറുണ്ടോ? ഇതിന്റെ പായസറാണിയുടെ എല്ലാ സീസണും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, കുറച്ചുകൂടെ ഈസി ആയി ഇവർക്ക് കുറച്ചുകൂടെ ഒരു 4 റണ്ണേഴ്സ് ഉണ്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാനൊക്കെ. പിന്നെ അറിയാം. ജോറും മഖാനയും ചേർത്തിട്ടുള്ള രുചികരമായ ഓണപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ 4 കണ്ടസ്റ്റൻസും റെഡി ആയിരിക്കുന്നുണ്ട്. യെസ്, പായസമൊക്കെ റെഡി. അമൃത പായസം, വെറൈറ്റീസ് ഓക്കെ. എല്ലാവരും റെഡി? നമുക്ക് തുടങ്ങാം. വി ആർ റെഡി ഫോർ ദ ടേസ്റ്റ്. വിളിച്ചു നസീബ. നസീബയാണ്. കൂഷ്മാണ്ഡം ത്രിവർണ്ണ അല്ലേ? ട്രൈ കളർ, ട്രൈ കളർ, ട്രൈ ഫ്ലേവർ. ട്രൈ കളർ മാത്രമല്ല, 3 ഫ്ലേവറിൽ ഒരു പാത്രത്തിൽ 3 ഫ്ലേവറിൽ നമുക്ക് പായസം കഴിക്കാം. ജസ്റ്റ് ലൈക്ക് എ കസാറ്റൈ ഐസ്ക്രീം കോൺസെപ്റ്റ്. അതും ഇപ്പോഴും അത് ഒരിക്കലും അതിനകത്ത് സ്പ്രെഡ് ആയിട്ടൊന്നുമില്ല. അതാ കറക്റ്റ് പാച്ചായിട്ട് നിൽക്കുന്നുണ്ട്. അത് പായസത്തിന്റെ കൺസിസ്റ്റൻസിയിൽ അങ്ങനെ ഒന്നുള്ളൂ. ലൂസ് ആകുമ്പോഴാണ് മിക്സിങ് വരുന്നത്. എസ്പെഷ്യലി നമ്മൾ ജ്യൂസസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. തിക്കാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കോൺസെപ്റ്റ് ഈസ് ഗുഡ് ആൻഡ് പ്രസന്റേഷൻ ഓൾസോ അല്ലേ? ഈ ട്രൈ കളറിൽ ഏറ്റവും സ്വാദുള്ള ഭാഗം ഏതായിരിക്കും? അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അല്ല, എന്താ നസീമയ്ക്ക് ഇഷ്ടമുള്ള ഏതായിരിക്കും? എനിക്ക് റോസ് ആൻഡ് മാംഗോ. ആൻഡ് ദ വൈറ്റ് പാർട്ട് ഈസ് ഏലക്ക. അത് നമ്മൾ നോർമൽ പായസത്തിന്റെ ഫ്ലേവറേ ഉള്ളൂ. ഏലക്ക എല്ലാം നമ്മൾ ഇടുന്നതല്ലേ. പിന്നെ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുമ്പളത്തിന് നമുക്ക് കൺസിസ്റ്റൻസി കിട്ടില്ലല്ലോ. അപ്പോൾ കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് ഓരോന്നിനും ലൈക്ക് മാംഗോക്ക് മാംഗോയും പിന്നെ കുറച്ചൊരു സൺഫ്ലവർ സീഡ് സോക്ക് ചേർത്തത്, പിന്നെ ഏലക്ക ഫ്ലേവറിന് പംകിൻ സീഡ് സോക്ക് ചെയ്ത് ക്രീമാക്കിയിട്ട് കൺസിസ്റ്റൻസി കൊടുത്തത്, പിന്നെ റോസ് ഫ്ലേവറിന് ഡ്രൈഡ് റോസ് പെറ്റൽസ് സോക്ക് ചെയ്ത വാട്ടറും പ്ലസ് ബദാം സോക്ക് ചെയ്തിട്ടുള്ള ആ ക്രീം പേസ്റ്റും കൂടി. ചുരുക്കം പറഞ്ഞാൽ എല്ലാത്തിലും നട്ട്സ് ചേർന്നിട്ടുണ്ട്. നാച്ചുറൽ കളർ. നാച്ചുറൽ കളർ. അത് ബീട്രൂട്ട് കളറാണ്. റോസിന് ബീട്രൂട്ട് കളർ കൂടെ ആഡ് ഓൺ ചെയ്തു. അപ്പോൾ നട്ട് അലർജി ഉള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഇല്ല, നട്ട് അലർജിക്ക് പറ്റില്ല. അപ്പോൾ വേറൊരു ബേസ് ഉണ്ടാക്കിയാൽ മതി അല്ലേ? ഇത് തിക്കനിങ്. അപ്പോൾ നമ്മൾ മേ ബി കോൺഫ്ലോറോ അല്ലെങ്കിൽ കുകപ്പൊടിയോ അങ്ങനെയുള്ള കൺസെപ്റ്റിലോട്ട് മാറേണ്ടി വരും. ഇതൊരു നട്ടി ബേസ്. യെസ്, ഓക്കെ. ലെറ്റ് us see. നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം? 3 ഫ്ലേവറിൽ ആദ്യം 3 ഫ്ലേവറും കഴിച്ചിട്ട് 3 കൂടി ഒന്നിച്ചോ? അല്ല, ആദ്യം ഓരോ ഫ്ലേവർ കഴിച്ചിട്ട് അതായിരിക്കും. എങ്ങനെയാണ്? ഓ നോ വേ. വെരി നൈസ്. ഏലക്ക ഫിനിഷ് ചെയ്തു. സൂപ്പർ. Nice rose flavor. Excellent. Coming to mango. Kheer feel അല്ലേ? അടിപൊളി. 3 വ്യത്യസ്തമായ 3. ഞാൻ കഴിക്കാനുണ്ട്. ഇനിയും കഴിക്കണം തോന്നുന്നു.
അതാണല്ലോ നമുക്ക് വേണ്ടത്. അതെ, അതെ. ഒരു സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ Again, feel like eating എഗെയിൻ more, കഴിക്കാം. yes. പിന്നെ മാത്രമല്ല ചെറിയ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ശർക്കര പായസങ്ങൾ പുറകോട്ടാ. അതെ. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പോൾ അവരതൊരു കുറച്ചും ഇതിപ്പോ കൂടി sugar ആണോ interesting use ആയിട്ട് ചെയ്തിരിക്കുന്നത്? ഷുഗറാണ് യൂസ് ചെയ്തത്. കൃഷിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ എനിക്ക് മാംഗോ. മാംഗോ. ഓക്കെ, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല അല്ലേ. ചിലപ്പോ മാംഗോ ലാസ്റ്റ് ആയിട്ട് കഴിച്ചുകൊണ്ട് അതിന്റെ ഫ്ലേവർ മുമ്പിൽ നിൽക്കുന്നുണ്ടായിരിക്കും മാംഗോ എന്ന് പറയുന്നത്. നല്ല മാംഗോ ആയിരുന്നു, നല്ല ഫ്ലേവർ ഉള്ള മാംഗോ. എനിക്ക് ഏലക്ക ഇഷ്ടമായി. Everything is good. Okay. Nice. Good. Thank you. താങ്ക് യു. അടുത്ത ആള് റഹാന അഷ്റഫ്. ഓക്കെ, റഹാനയുടെ ബീട്രൂട്ട് ഉണ്ടായിരുന്നു അല്ലേ? ബീട്രൂട്ട്, വാഴക്കൂമ്പ്, ചൗവരി. ഞാൻ മറന്നില്ല. ആ ബീട്രൂട്ട് ചേർന്നത് കൊണ്ടാണ് ഒരു ചോക്ലേറ്റ് കളർ കിട്ടിയിരിക്കുന്നത് അല്ലേ? രണ്ടും കൂടി വന്നപ്പോൾ ചെറിയൊരു ഡിഫറെന്റ് കളർ. നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റി. വാഴക്കൂമ്പിന്റെ വഴക്കുമ്പോൾ നന്നായിട്ട് വഴറ്റിയിട്ട് ബീട്രൂട്ടിൻ്റെ കൂടെ പിന്നെ ചേർക്കുന്നു. കഴിക്കാനൊക്കെ കിട്ടുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ഇറ്റ്സ് വെരി ടേസ്റ്റി. നൈസ്. കാണാനൊരു ലുക്കൊക്കെ ഉണ്ട്, ഒരു വേറൊരു കളർ, ഒരു ലൈറ്റ് ചോക്ലേറ്റ് കളർ കിട്ടി. ഇറ്റ്സ് നൈസ്. താങ്ക് യു. ഇഷ്ടപ്പെട്ടു. ഗുഡ് ഗുഡ്. റഹന മുഹമ്മദ്. പയ്യെ തിന്നാൽ പനയും തിന്നാന്ന് പറയും പോലെ അതിന് ഇളക്കി തിന്നാൽ പനിയും തിന്നാം. ഓക്കെ. അപ്പോൾ അത് കുറേ ഇളക്കിയിട്ടേ അത് വെന്ത് കിട്ടണമെങ്കിലും ആ പൗഡർ ഉണ്ടാക്കണമെങ്കിലും ഒരുപാട് ടൈം എടുക്കും. പക്ഷേ അത്രയും എഫേർട്ട് എടുത്താലും അത്രയും ഗുണമാണ്. ഹെൽത്ത് ബേസ് ബെനിഫിറ്റ്സ് ചെയ്യാം. നമ്മളാണ് കഷ്ടപ്പെടുന്നത്. ഇതെല്ലാം ഇങ്ങനെ ഒന്നിനൊന്ന് മെച്ചമായാൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചുകൂടെ മധുരമായിരുന്നു തോന്നുന്നു. കുറച്ചതാണോ? അത് മറ്റേ പനക്കൽക്കണ്ടാണല്ലോ യൂസ് ചെയ്തത്. പന ശർക്കര, പനൻ്റെ ചാകിരി, നമ്മളെ മറ്റേതിൻ്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലായി. ഇതിൽ വരുന്നത് ഗുഡ്, ഡിഫറെൻറ്റ് അല്ലേ? വ്യത്യസ്തമായിട്ട് സ്വാദ്. കൊള്ളാം കേട്ടോ, നന്നായിട്ട്. താങ്ക് യു. സരിത സുരേഷ്. മഖാനയും ജോറും കദളിപ്പഴവും ചേർത്തിട്ട്. ഇതിനകത്ത് നമുക്ക് കടിക്കാനായിട്ടൊക്കെ ഉള്ള കാര്യം എന്ന് പറയുമ്പോൾ അടയുണ്ട് മാഡം. എന്തോ ജോവർ കൊണ്ട് അട ഉണ്ടാക്കിയിട്ടുണ്ട്. ചൂയി ആയിട്ട് മഖാന ആ ചൂയിനെസ്. കദളിപ്പഴം ഉണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. സോയാ ചങ്ക്സ് ഒക്കെ കഴിക്കുന്നുണ്ട്. കുറച്ചൊരു ശർക്കരയുടെ ടേസ്റ്റ് ഇങ്ങനെ വരുന്നുണ്ട്. നല്ല ബാലൻസ് ഉണ്ട്. ആ പഴം കിട്ടിയപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായി. പഴത്തിൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ കൂടെ ബാലൻസ്. പ്രസന്റേഷനും കൊള്ളാം. പ്രസന്റേഷൻ നൈസ്. താങ്ക് യു.
അങ്ങനെ നമ്മുടെ 4 കണ്ടസ്റ്റൻസിൻ്റെയും പായസമൊക്കെ ഞങ്ങൾ സ്വാദ് നോക്കി. എല്ലാവരും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്, നല്ല തിങ്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് ക്രിയേറ്റീവ് ആകാനായിട്ട് ഓരോരുത്തരും എഫേർട്ട് എടുക്കുക എന്ന് മാത്രമല്ല, കുറച്ച് തിങ്കിങ് പ്രോസസ്സ് ഉണ്ടായിരുന്നു അല്ലേ? എങ്ങനെ വേണം, എന്ത് ചെയ്താൽ ഔട്ട്സ്റ്റാൻഡിങ് ആകാം, ഓരോരുത്തരും ആലോചിക്കുമല്ലോ ഒരു മത്സരമാകുമ്പോൾ. യു ഹാവ് ഡൺ യുവർ ബെസ്റ്റ്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. 4 വ്യത്യസ്തമായ ഒരു പായസങ്ങളാണ്. നത്തിങ്, ഒന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. ഓരോന്നും ഡിഫറെൻ്റ് ആയിരുന്നു. ഇതൊരെണ്ണം, ദാറ്റ് വാസ് അനദർ വൺ. എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തു. പിന്നെ എല്ലാം കമ്പാരറ്റീവാണ്. ടോട്ടലായിട്ട് വന്നിട്ട് ഏറ്റവും ബെസ്റ്റ് 12 പേരായിരിക്കും അടുത്ത റൗണ്ടിൽ. ഞങ്ങൾക്ക് പാടാ, നമുക്ക് ഭയങ്കര പാടാണ്. ഇപ്പം തന്നെ നമുക്ക് മനസ്സിലായി. 2 റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഏതാണ്ട് കൺവിൻസ്ഡ്. ഇനി അങ്ങോട്ടും പോകുമ്പോൾ ഞങ്ങൾ കുറേ കൂടി കഷ്ടപ്പെടേണ്ടി വരും. എങ്ങനെ ആ പോയിന്റിലേക്ക് എത്തും എന്നാണ് അറിയിക്കുന്നത്. എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് ഈ 4 മത്സരാർത്ഥികളുടെയും റെസിപ്പീസ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഹെൽത്തി വേർഷൻസ്, അതുമാത്രമല്ല വളരെ ടേസ്റ്റിയാണ്, സംതിങ് ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്കും ട്രൈ ഔട്ട് ചെയ്യാം. നിങ്ങളുടെ ഓണപ്പായസമായിട്ട് ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു വിലയിരുത്തൽ നടത്താം. ബെസ്റ്റ് ആരുടെ ആയിരുന്നു, അത് പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാ പ്രേക്ഷകരും. സോ സന്തോഷം തന്നെയാണ് നമുക്ക്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ മത്സരം കഴിയുന്നില്ല. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നമ്മൾ ഈ 5 റൗണ്ട് കഴിഞ്ഞിട്ടേ പറയുള്ളൂ. ഫസ്റ്റ് റൗണ്ടിൻ്റെ 5 ഗ്രൂപ്പിൻ്റെയും കഴിഞ്ഞിട്ട്. അതുവരെ പ്രേക്ഷകരും വെയിറ്റ് ചെയ്യണം, നിങ്ങളും വെയിറ്റ് ചെയ്യണം, നമ്മളും വെയിറ്റ് ചെയ്യണം. അതെ. സോ വി ആർ വെയിറ്റിംഗ്. അപ്പോൾ വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ. സ്റ്റേ ട്യൂൺഡ്. എല്ലാ ദിവസവും ഉണ്ട് നമ്മുടെ ഈ ഒരു പായസറാണി മത്സരം. മറക്കാതെ കാണുക. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ ബൈ. Cash prize sponsored by Pittapallil Agencies. Gift sponsored by Kasavogada, MG Road, opposite SMB School, Trivandrum. Dr. Lakshmi Nayar's Ornaments Courtesy. Jewel Hut, GH Road, Statue, Trivandrum. Dr. Lakshmi Nayar's Costume Courtesy. Kasavogada, MG Road, opposite SMB School, Trivandrum.